സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകാൻ തുടങ്ങിയിട്ടും കോൺഗ്രസിന്റെ വയനാട് വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം തീരുന്നില്ല. കോൺഗ്രസിന്റെ ഇന്നലെ പ്രഖ്യാപിച്ച 14ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയുമില്ല. രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കുമെന്ന് സംശയമുള്ള വയനാട് മണ്ഡലത്തിന്റെ കാര്യത്തിലാണ് അനിശ്ചിതത്വം തുടരുന്നത്. മണ്ഡലത്തിൽ അനൌദ്യോഗികമായി KPCC പ്രഖ്യാപിച്ച ടി സിദ്ദീഖ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതേസമയം വടകരയിൽ കെ മുരളീധരൻ പ്രചാരണത്തിലാണ്. ഇതുവരെ 293 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും തീരുമാനമായില്ല. തീരുമാനം വൈകുന്നതിലെ പ്രതിസന്ധി കേരള നേതാക്കൾ അറിയിച്ചെങ്കിലും രാഹുൽ മനസ്സു തുറന്നില്ല. സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയായതേയില്ല. AK ആന്റണി, KC വേണുഗോപാൽ, VT സതീശൻ എന്നിവർ യോഗത്തിലുണ്ടായിരുന്നുവെങ്കിലും ആരും ഈ വിഷയം ഉന്നയിച്ചില്ല. ബീഹാർ, ഒഡീഷ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ഒതുങ്ങി. വയനാട് തീരുമാനം വൈകിയാൽ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുമെന്ന് ആശങ്ക കേരള നേതാക്കൾ യോഗത്തിനു ശേഷം രാഹുലിനെ അറിയിച്ചെങ്കിലും മറുപടി നൽകിയില്ല. രാഹുൽ സ്ഥാനാർത്ഥിയായാൽ പ്രതിപക്ഷ മുന്നണിയുടെ നേതൃപദവി കോൺഗ്രസിന് നൽകുന്ന കാര്യം പുനരാലോചിക്കണമെന്ന മുന്നറിയിപ്പ് നേരത്തെ CPM നൽകിയിരുന്നു. കേരളത്തിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളായ SNDPയും ജനതാദൾ എസും രാഹുൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുന്നതിന് സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ശരത് പവാർ ശക്തമായ സമ്മർദ്ദമാണ് ഇതിനെതിരെ ഉയർത്തുന്നത്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി മലക്കം മറിഞ്ഞുവെങ്കിലും മറ്റു സീനിയർ നേതാക്കൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നും ആദ്യം സൂചിപ്പിച്ചതും ആദ്യം പിന്നോട്ടു പോയതും ഉമ്മൻചാണ്ടിയായിരിക്കെ അദ്ദേഹം വരില്ലെന്ന സൂചന പടർന്ന സാഹചര്യത്തിലാണ് മറ്റു സീനിയർ നേതാക്കളുടെ വെളിപ്പെടുത്തൽ. രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന സൂചന നൽകുമ്പോൾ തന്നെ പേര് വെളിപ്പെടുത്തി കുരുക്കിലാക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ തീരുമാനം AICC പ്രഖ്യാപിക്കാനിരിക്കെ പെട്ടെന്നു കയറി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. ഇക്കാര്യത്തിൽ കേരള നേതാക്കളെ ശകാരിച്ചെന്നാണ് അറിയുന്നത്. ഈ വിഷയത്തിൽ കേരള നേതാക്കളാണോ പ്രഖ്യാപിക്കേണ്ടതെന്ന ചോദ്യമാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാതെ വയനാട്ടിലെ കുറിച്ച് ഒരക്ഷരം മിണ്ടില്ലെന്ന നിലപാടാണ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് പ്രശ്നമുണ്ടാക്കരുതെന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന സൂചന പുറത്തുവന്നതോടെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വൈകിപ്പിച്ചത്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം.